ചക്ക മുഴുവൻ ചെത്തിക്കളഞ്ഞ അമ്മോ. ആ ഓ ഇത് ഭയങ്കര ഒരു കാര്യം. എന്നിട്ട് വന്ന് ഈ കുഴി ഇത് കണ്ടോ, ഈ കുഴിന്ന് അത് എടുത്തു, കുഴി അടിച്ച് പൊളിച്ച് അതിൻ്റെ എടുത്തല്ലേ. നിങ്ങൾ രാവിലെ ഇത് അറിഞ്ഞ സംഭവം? ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ അവിടുത്തെ ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നു ഫോണിൽ. വന്ന് നോക്കുമ്പോൾ പുള്ളി എന്നെ കാണിച്ചത് ഇവിടെ ഒരു മാന ഇങ്ങനെ കിടക്കുന്നു. അത് ഇവിടെ വന്നതായിരിക്കും, എൻ്റെ മുന്നേ പെട്ടതോ മറ്റാ ഭാവം. ആനത്തട്ടി തന്നെ ആയിരിക്കും അല്ലേ? ഒരു തട്ടം വെച്ച് കൊടുത്താണ്. ഇതൊക്കെയാ ഇതൊന്നും വന്നാ ഇത് മിഞ്ഞാന്നത്തെ. ഓഹോ ഓ ഇതിലെയാണ് അത് കയറിയത്. ഇതിലേ കയറിയതാണ് ആ വീഡിയോ കണ്ടത്. ഉണ്ടോ ഈ കുലുക്കിയതാ, ഇത് കണ്ടോ? കുത്തിൻ്റെ പാടല്ലേ? ആ മാവ് കുലുക്കാൻ പോയതാ. അപ്പോൾ കാപ്പി കളഞ്ഞു. കാൽപ്പാടുണ്ടല്ലേ? കൊലച്ച വാഴയല്ലേ ഉണ്ടോ, എത്ര എണ്ണ കിടക്കുന്നതെന്ന് നോക്ക്. ഇതാ ഈ തെങ്ങ് കളഞ്ഞു കൊണ്ടോ. തെങ്ങ് കളഞ്ഞ. നമസ്കാരം, ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ തൃശ്ശിലേരി എന്ന് പറയുന്ന പ്രദേശത്താണ്. മാനന്തവാടി സൈഡാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്ത് കാട്ടാന ഇറങ്ങി നല്ല രീതിയിലുള്ള കൃഷിനാശവും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് രണ്ട് പേരുടെ പറമ്പിലൊക്കെ നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു ആനിനെ ചത്ത നിലയിൽ കണ്ടെത്തി. അത് കാട്ടാന ഉപദ്രവിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. ഏതായാലും ഈ തൃശ്ശൂരി ഭാഗം നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ട്. കുറച്ച് അപ്പുറം മാറിയിട്ട് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് പലപ്പോഴായിട്ടും ഇറങ്ങാറുണ്ട്. ഏതായാലും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി നല്ല രീതിയിൽ ഇവിടെ വിളയാടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഞാൻ ഈ വഴിക്കാണ് ഇങ്ങോട്ട് വന്നത്. കുറച്ചുള്ളിലായിട്ടുള്ള ഒരു പ്രദേശമാണ്, പക്ഷേ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്കിവിടെ റോഡ് സൈഡിൽ തന്നെ ആനക്കുണ്ടവും മറ്റുമൊക്കെ കാണാം കേട്ടോ. ഈ ഒരു പറമ്പിലാണ് ഈ ഒരു സംഭവം നടന്നത്. നമുക്ക് എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഈ വീട്ടിലെ ഉടമസ്ഥനോട് തന്നെ ചോദിക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സണ്ണി. ഇത് എന്നായിട്ടാ സംഭവം? ഇത് മിനിഞ്ഞാന്ന് രാത്രി അല്ലേ? ഓ, അപ്പോൾ എങ്ങനെ സ്ഥിരം ഇങ്ങനെ എല്ലാ വർഷവും വരാറുണ്ട്? ഈ വർഷം ഇപ്പോൾ 4 പ്രാവശ്യം വന്ന്. കഴിഞ്ഞ വർഷം വന്നിട്ടൊരു 6 പ്രാവശ്യം വന്നിട്ട് കണ്ടമാനം നഷ്ടങ്ങളുണ്ടാക്കി. ഈ വർഷം പിന്നെ ഇത് മിനിഞ്ഞാന്ന് വന്ന് 4ാമത്തെ പ്രാവശ്യമാണ് ആണല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്താ കണ്ടമാനം നശിപ്പിച്ചോ? ഈ കാണാവുന്ന കൃഷികൾ മുഴുവൻ നശിപ്പിച്ചു. നിങ്ങൾ ഒന്ന് നോക്കിയോ, ഇവിടെ എല്ലാം കൃഷികൾ. കാണിച്ചു തരാം. ഈ തെങ്ങ് കളഞ്ഞുകൊണ്ടോ. തെങ്ങ് കളഞ്ഞ വലിയ തെങ്ങാന്ന് തോന്നുന്നു അല്ലേ? വലിയ തെങ്ങ്. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് എടുക്കുന്നതും കൂടെ ആദ്യം എടുത്തു. കഴിഞ്ഞ ആഴ്ച വന്ന് അത് കളഞ്ഞ അവിടെ ഭാഗം കാണിച്ചു തരാം. വരൂ. ഒരാഴ്ച ഇങ്ങനെ കളയുന്നുണ്ടല്ലേ? ഈ കഴിഞ്ഞ ആഴ്ച വന്ന് കണ്ടമാനം നാശമാക്കി. ആനയുടെ കാൽപ്പാടുതാ. ഒത്തിരി വലിയ ആനയല്ലെന്ന് തോന്നുന്നല്ലേ? ഇത് വലിയ ആന തന്നെ ആണോ? കഴിഞ്ഞ ആഴ്ച വന്ന് കളഞ്ഞതിൻ്റെയാണ് ഇത്. ഇവിടെ കളഞ്ഞല്ലേ? അതൊക്കെ ഉണങ്ങിപ്പോയി. മൊത്തം വാങ്ങാല്ലേ? മൊത്തം ദ്രവിച്ചു പോയി. ഇത് ഇന്ന് മിനിഞ്ഞാന്ന് വന്നാ ഈ തീറ്റപ്പുല്ല് മുഴുവൻ തിന്ന്. മിനിഞ്ഞാന്ന് വന്നാ? ഓ, മൊത്തം കളഞ്ഞല്ലേ? CO3 എന്തോ? CO3 പില്ല? CO3 മൊത്തം ചവിട്ടി മരിച്ചു പോകും കേട്ടോ. അങ്ങനെ നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. ഓ, ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയോ? ഇവിടെ നിന്ന് താഴെ തോന്നുന്നു. ഇത് ഇന്നലെ വന്നിട്ടുണ്ടല്ലോ. അത് മിഞ്ഞാന്ന് വന്നതിൻ്റെ. ഈ കുളത്തിലേക്ക് ഇറങ്ങി അതെയോ? ഇല്ലാതാ, ഇവിടെ വന്നിട്ട് ആ കാപ്പി ആ മാവ് പോയി കുലുക്കിയതാ. ഇതൊക്കെ അങ്ങനെ ഓടിച്ചാ? അന്ന് ഓടിച്ചാ? ഇത് കഴിഞ്ഞ ആഴ്ച വന്ന് നശിപ്പിച്ച ഇതൊക്കെ അല്ല, അത് പ്രകൃതി ദുരന്തം കൊണ്ട് പോയി. മഴയും കാറ്റും വന്നില്ലേ, അപ്പോൾ പോയതാ. ഇത് നോക്ക, ഒന്നാം തരം കൊലകൾ ഇങ്ങനെ കിടക്കുന്നത്. കൊലച്ച വാഴയല്ലേ ഉണ്ടോ, എത്ര എണ്ണ കിടക്കുന്നതെന്ന് നോക്ക്. ഈ കൂട്ടം നോക്ക്, ഉണ്ടോ? വാഴയ്ക്ക് വേണ്ടി തന്നെ വന്നായിരിക്കും. വാഴ തിന്നാൻ വേണ്ടി തന്നെ ആയിരിക്കാം. ഈ മാങ്ങായാണ് മെയിൻ ലക്ഷ്യം തോന്നുന്നു. മാങ്ങയും ചക്കയും. മാങ്ങയും ചക്കയും. ചക്കയ്ക്ക് വലിയ, ഞാൻ ചക്ക മുഴുവൻ വെട്ടി കളഞ്ഞായിരുന്നു. ഇങ്ങോട്ട് നോക്ക് സ്ഥിതി. ആ മാവ് കുലുക്കാൻ പോയതാ, അപ്പോൾ കാപ്പി കളഞ്ഞു. കാൽപ്പാടുണ്ടല്ലേ? ഉണ്ടോ? പിണ്ണ കിടക്കുന്നു. ഇത് കണ്ടോ, ഇത് വേലി കളഞ്ഞതുണ്ടോ? വേലി ചോട്ടി കളഞ്ഞല്ലേ? ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഈ മാവ് പിടിച്ചു കളഞ്ഞല്ലേ? മാവ് കുലുക്കിയതാ പാട്. കാപ്പി പിടിച്ചു കളഞ്ഞല്ലേ? കാപ്പി ചവിട്ടി കളഞ്ഞതാ. മാവെ കുലുക്കി മാവെ കുത്തിയേക്കുന്ന പാട് കിടക്കുന്ന കേട്ടോ. പോകുന്ന വഴിക്കുള്ളതൊക്കെ കളയുന്നുണ്ട്. ഇത് ആന കുത്തി കുലുക്കിയതാ. ഇത് കണ്ട
ആ കുത്തിയതിൻ്റെ പാടല്ലേ? ആ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഈ കൃഷിക്കാരനൊരു കാരണവശാലും ഇവിടെ ജീവിക്കാൻ മേലാത്തൊരു സ്ഥിതിയായി അല്ലേ? അതാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം വന്നിട്ട് കളഞ്ഞതൊന്നും കാണിച്ചു തരാമോ? ആ കഴിഞ്ഞ ദിവസം കാണിക്കാമല്ലോ. അതിലെ കിടക്കുന്ന ശ്രദ്ധിച്ചു. പോകുന്ന പറ്റൂല. അതൊന്ന് കയറാൻ ചവിട്ടി കയറിയാണ്. എന്തായാലും പോയി. ആ ഇത് മുതൽ കഴിഞ്ഞ പ്രാവശ്യം കളഞ്ഞ ഈ മിഞ്ഞാന്ന് വന്ന് കളഞ്ഞതാ ഈ കാപ്പി. ഈ കാപ്പി മിഞ്ഞാന്ന് കളഞ്ഞതാ ഇത്. ഈ കാപ്പി ഈ കാപ്പി ഇതാ ഇത് കണ്ടോ, ഇത് ഇങ്ങോട്ട് നോക്കൂ, ഇതേപോലെ ഇതൊക്കെ മിഞ്ഞാന്ന് കളഞ്ഞതാ. ആ കഴിഞ്ഞ ഇഷ്ടം പോലെ അല്ലേ? ഇതിനകത്ത് ഇത് ഞാനിങ്ങനെ ആ മനുഷ്യനിങ്ങനെ സ്ഥിരം എന്നെ നിർത്തിയേക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ ആദായങ്ങൾ ഉണ്ടാക്കും. സ്ഥിരം പണിക്ക് നിൽക്കുന്ന ഞാൻ പണിക്ക് നിൽക്കുന്ന. പക്ഷെ എന്തായാലും ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അല്ലേ? എൻ്റെ ഉത്തരവാദിത്തമാ. പുല്ല് ഈ സീകറി പുല്ല് മൊത്തം തീർത്താട്ടെ. അതിൻ്റെ നല്ല ഹൈറ്റിൽ നിന്ന് അത് പറിച്ചതിൻ്റെ ഒരു രംഗമൊക്കെ കാണെങ്കിൽ ഇതാ ഈ കമ്പ് കണ്ടാൽ മതി. ഇതുപോലെ നല്ല ഹൈറ്റിൽ നിന്നാ ഇവിടെ നോക്കിയാൽ കുറച്ചോളം മനസ്സിലാവും കേട്ടോ. കണ്ടോ ഈ മാവ് കുലിക്കായിരുന്നു അല്ലേ? ആ മാവ് ഇതാ ആ കൊമ്പിൻ്റെ പാട് നോക്ക്. ഇവിടെ അല്ലേ? ആ കൊമ്പിട്ട് കുത്തിയതിൻ്റെ പാടാട്ടേക്കാണ്. കണ്ടോ ഇത് കഴിക്കാൻ തുടങ്ങിയായിരുന്നോ ഈ തെങ്ങ്? ആ അത് കഴിക്കാം. കഴിഞ്ഞ വർഷം ഞാൻ കാ പറിച്ചതാ. തെങ്ങോട്ടോ വളരെക്കുന്നത്. ഗേറ്റ് തുറന്ന ഉള്ളിൽ കയറി അതെയോ? അല്ല, അത് അതിലേ കയറി. അങ്ങനെ ആ തെങ്ങിനപ്പുറത്തൂടെയും കയറി. ഓഹോ, ആ തെങ്ങിനപ്പുറത്തൂടെ. ഇതൊക്കെ കളഞ്ഞല്ലേ? ഇത് ആന കളഞ്ഞത്. തെങ്ങിൻ്റെ അപ്പുറത്തൂടെ കയറിയല്ലേ? ഇത് മിനിഞ്ഞാന്ന് വന്നതാ. ഇവിടെ മൊത്തം തീർത്തല്ലേ? ഞാൻ ചക്കയുടെ ശല്യമാണെന്ന് പറഞ്ഞ് ചക്ക മുഴുവൻ ചെത്തിക്കളഞ്ഞതാ. ചക്ക മുഴുവൻ ചെത്തിക്കളഞ്ഞത്. അമ്മോ. ഇത് ഭയങ്കര. എന്നിട്ട് വന്ന് ഈ കുഴി ഇത് കണ്ടോ, ഈ കുഴിന്ന് അത് എടുത്തു. കുഴി അടിച്ച് പൊളിച്ച് അതിൻ്റെ എടുത്തല്ലേ? ഇത്ര ഇഷ്ടമായി ഈ സാധനത്തിനല്ലേ? ചക്കയ്ക്ക് വേണ്ടി ചാവും ആന. നോക്കി എന്തോരം ചക്കയെ വെട്ടി കളഞ്ഞേക്കുന്നതെന്ന് നോക്കി. കർഷകരുടെ ഒരവസ്ഥ. ഒരു സാധനം നട്ടുപിടിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ വാഴയൊക്കെ കളഞ്ഞല്ലേ? ഇതാ ഇതിലെയാണ് അത് കയറിയത്. ഇതിലേ കയറിയതാണ് ആ വീഡിയോ കണ്ടത്. ഉണ്ടോ ഈ വാഴ പിടിക്കുന്നത്? ഈ വാഴ അല്ലേ? ഈ വാഴയാണ് കളഞ്ഞോണ്ടിരിക്കുന്ന വീഡിയോയിലുള്ളല്ലേ? അതന്നെ. കൊലയെ കണ്ടില്ലേ? ഇത് വലിയ ആനയല്ലേ? വലിയ ആന. അപ്പോൾ ഇത് മിനിങ്ങാന്ന് വന്നത് വേറെ ആന. അവിടെ കണ്ടത് ചെറിയ ആൽപ്പാട. ഇത് വലിയ ആന. ഇത് പൊട്ടിച്ചോണ്ടിരിക്കുന്ന വീഡിയോ ആയിരിക്കില്ല കിട്ടിയ ഈ ക്യാമറന്നാ? പോസ്റ്റല്ലേ? ഈ CCTV ക്യാമറ കിട്ടിയ കേട്ടോ. ഇതിലായിരിക്കുമല്ലോ ഇത് ഇങ്ങോട്ട് കയറിയേ? അതിലേ കയറി. ഇതിങ്ങനെ പൊളിച്ചിട്ട് കയറി. ഉണ്ടോ ആനപ്പിണ്ടൊക്കെ ഉണ്ട്. നിങ്ങൾ രാവിലെ ഇത് അറിഞ്ഞ സംഭവം? ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ അവിടുത്തെ ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നു ഫോണിൽ. വന്ന് നോക്കുമ്പോൾ പുള്ളി എന്നെ കാണിച്ചത് ഇവിടെ ഒരു മാന ഇങ്ങനെ കിടക്കുന്നു. മാന പുള്ളിമാൻ. അല്ല, അപ്പോൾ രാത്രി വാഴ പിടിച്ചതെന്ന് അറിഞ്ഞില്ല? വാഴ പിടിച്ചതെന്ന് ഞാനിവിടെ താമസമല്ല. ഇവിടെ ആരും താമസമില്ല. അപ്പോൾ രാവിലെ വന്ന് പുള്ളി എന്നെ ഇങ്ങനെ ഇവിടുത്തെ ചേട്ടൻ എന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മരുന്ന് നോക്കും. അപ്പോൾ പുള്ളി എന്നെ കാണിക്കുമ്പോഴാണ് പിന്നെ ഞാൻ പെട്ടെന്ന് മാൻ കിടക്കുന്ന. മാൻ എവിടെ കിടന്നേ? ഇതാ കാപ്പടി ചോട്ട്. എവിടെയാ? ഈ കാപ്പടി ചോട്ടില്ല ഇവിടെ അല്ലേ? അത് അതിൻ്റെ ചോട്ട്. അതിൻ്റെ ചോട്ടില്ല. അത് എങ്ങനെ? അത് ഇവിടെ വന്നതായിരിക്കും. എൻ്റെ മുന്നേ പെട്ടതോ മറ്റാ ഭാവം. ആനത്തട്ടി തന്നെ ആയിരിക്കും അല്ലേ? അല്ല, കാരണം ഈ നെറ്റ് വേലി ആയതുകൊണ്ട് പെട്ടെന്ന് ചാടാൻ പറ്റി കാണുകയല്ല. അതെ, ഒരു തട്ടം വെച്ച് കൊടുത്താണ്. വേറെ പരുക്കൊന്നുമില്ല. നിങ്ങൾ കാണുമ്പോൾ എങ്ങനെ ചത്തിട്ട് കുറേ സമയം ആയത് അങ്ങനെയാണല്ലോ? അതിന് ചെറിയ ചൂട് പോലെ ഉണ്ട്. ചൂടുണ്ടായിരുന്നല്ലേ? അപ്പോൾ ചിലപ്പോൾ രാത്രി തന്നെ സംഭവിച്ചായിരിക്കും. അത് ഇത് 3:15 ആന വന്നത്. ആ വീഡിയോയിൽ കാണുന്നുണ്ട്. 3:15 വന്നു ഐഡിയ ഉണ്ട്. കുറച്ചു നേരം അവിടെ കിടന്നും കാണും. മാനെ പിന്നെ എന്താ ചെയ്തേ? അതാ പോലീസുകാർ വന്നെടുത്തോണ്ട് പോയി. അല്ലേ? രതീഷ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സാറിനെ വിളിച്ച് പറഞ്ഞാൽ. അല്ല, അവരെന്താ പറഞ്ഞേ? ഞാൻ പിന്നെ അതിനെ കുറിച്ച് അന്വേഷിച്ചില്ലേ? വേറെ ആരും ചോദിച്ചൊന്നുമില്ലല്ലേ? ഒന്നുമില്ല. നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ വകുപ്പല്ലേ.
അതാ ആ മാനാണ്ട് ആ തൊലി പൊളിച്ച് കളഞ്ഞേക്കുന്നുണ്ടോ മാന? ആ റംബൂട്ടാൻ്റെ ഇതാ നോക്കൂ. കണ്ട് ഒരു പക്ഷേ ഇവിടുന്ന് തിന്നിട്ട് ഇത് തിന്ന് പുള്ളി തിന്നിട്ട് പുള്ളി അതിലെ പോകുന്ന അങ്ങനെ എങ്ങാണ്ട് മുന്നേ പെട്ടു, എടുത്തു കളഞ്ഞോ മറ്റാതെ ഇങ്ങോട്ട് പോയപ്പോൾ മുന്നേ പെട്ട് ഒരു തോണ്ടി കാണും അല്ലേ? ആ ഇനിയുണ്ട് ബാ. മിനിഞ്ഞാന്ന് വന്നാൽ ആദ്യം കാണിക്കാം. ഇതെല്ലാം മിനിഞ്ഞാന്നത്തെയാണ്. മിനിഞ്ഞാന്നത്തെയാ? ഇതാ ഇത് കണ്ടോ, ചില്ലറ നാശമല്ല വന്നേക്കുന്നത്. നമ്മളിന്ന് വന്നേക്കുന്നത് ശനിയാഴ്ച കേട്ടോ, വെള്ളിയാഴ്ചയാണ് ഈ സംഭവം. വ്യാഴാഴ്ച രാത്രി. വെള്ളിയാഴ്ച വെളുപ്പിനല്ലേ? ഇതൊക്കെയാ? ഇതൊന്നും വന്നാ? ഇത് മിനിഞ്ഞാന്നത്തെ. ഓ അത് കൊലയ്ക്കാൻ ഇതല്ലേ, ചന്ദ്രനിലോട്ട് നോക്കുന്ന പോലെ ഉണ്ടല്ലോ. കുടവായ വാഴയാന്നേ. ഈ വാഴ കളഞ്ഞല്ലേ? ഓക്കെ. അതെന്ത് വാഴയാ? ഇത് ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ വാഴ നമ്മൾ മേടിച്ചു വെച്ചാൽ. ഈ ഇത് ആ വാഴയും ടിഷ്യൂ കൾച്ചറിൻ്റെ ആ ഞാലിപ്പൂവൻ വാഴ കണ്ടോ. ഇവിടെയൊക്കെ കളഞ്ഞിട്ടല്ലേ? ഇതെല്ലാം നശിപ്പിച്ചു. ആളും കൂടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ? ആളില്ല, സൗകര്യമാണല്ലോ അല്ലേ? ദാ കണ്ടോ. ഇനി കഴിഞ്ഞ ആഴ്ച വന്നതാണ് ദാ ഇത് ഇങ്ങോട്ടോ. ഇതും വലിയ ആനയായിരുന്നു. ഇത് മിഞ്ഞാന്ന് വന്നിട്ടുണ്ട് ഇതില്ല കണ്ടോ. ദാ അത് പോയത് മിക്കവാറും ഇതിലേ ആയിരിക്കും. എല്ലാ വർഷവും വരുന്നുണ്ടല്ലേ? എല്ലാ വർഷവും വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ അവിടെ എല്ലാം ഒരുപോലെ എന്തോ അന്നും ഫെൻസിങ് കളഞ്ഞായിരുന്നു. അന്നും ഇത് 22 ഇടത്ത് കഴിഞ്ഞ പ്രാവശ്യം കളഞ്ഞു. ഇപ്രാവശ്യം 10 സ്ഥലത്ത് കളഞ്ഞു. ഇതാ ഇങ്ങോട്ട് നോക്ക്. ഇത് ഫെൻസിങ് കളയുന്ന നല്ല വിഷയം. ഇത് അവിടുന്ന് ഇപ്പോൾ 1 2 3 4 5 കാലൊടിഞ്ഞു. 5 കാലൊടിഞ്ഞു ഉണ്ടോ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പം നമ്മൾ സർക്കാർ വില തരുവാണേലും ഇത്ര മീറ്ററിൻ്റെ വില തരും. ഒരു കാലിന് 250 രൂപ വിലയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് 300 രൂപയാവും. അപ്പം 5 കാലം ഒഴിയുമ്പോൾ പൈസ എത്ര പോയി? ഇവരാകെ തരുന്ന 10 100 രൂപയാണ്. അതുപോലൊരു കൊലയ്ക്കുന്ന വാഴ, കൊലയുള്ള വാഴയ്ക്ക് 120 രൂപ തരും. നമുക്ക് ആ ഏത്തവാഴ ഒരു 10 കിലോയുടെ കൊലയൊക്കെയാണ്. അത് ഇപ്പോഴത്തെ വിലയ്ക്കാണെങ്കിൽ 450 രൂപ. ഇപ്പം നല്ല വിലയില്ലേ? ഉണ്ട്. ഇപ്പോഴത്തെ വിലയ്ക്ക് 450 രൂപ കിട്ടും. മനസ്സിലായോ? അതുപോലെ ഞാലിപ്പൂവൻ വാഴ ഇതെല്ലാത്തിനും വിലയുള്ളതല്ലേ. ഇത് അവർ സർക്കാരിൻ്റെ ഇവർ വനംവകുപ്പിൻ്റെ കണക്കിന് കൊലയ്ക്കാത്ത വാഴയ്ക്ക് 80 രൂപയാണ് തരിക. മറ്റേത് 120 രൂപയും. എത്ര നാളത്തെ അധ്വാനം നമ്മുടെ വേസ്റ്റ് ആവും. ഇത് ഒരു തെങ്ങിന് 10-400 രൂപ കിട്ടും. ഇതെല്ലാം സ്ഥിരം ഇതിങ്ങനെ നശിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കളഞ്ഞതാ. ഇനി സ്പ്രിംഗ്ലർ ഇത് നമ്മൾ വെള്ളത്തിൻ്റെ സൗകര്യം മൊത്തത്തിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്പ്രിംഗ്ലറിൻ്റെ ഓടിച്ചേക്കുന്ന കാണുക. ആന പോകുന്ന വഴിക്ക് കാപ്പി മുഴുവൻ പോകുന്നേ. അത് കണ്ട് ആ കാപ്പി പോയേക്കുന്ന കേട്ടോ. അത് കണ്ടോ ആ കാപ്പി. ഈ പോകുന്ന വഴിക്ക് അങ്ങനെ അതൊരു വലിയ നഷ്ടമാണ്. ഈ ഒരു കമ്പ് കാപ്പി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അത് അതോടെ തീർന്നു പോവല്ലേ. അതെ അതെ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഒരു ഗ്രൗണ്ടിലും അതുപോലെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ വശത്തൊക്കെ കംപ്ലീറ്റ് കളഞ്ഞേക്കുവാണ്. ഇതിൻ്റെ മുകളിലേക്കും പോയിട്ടുണ്ട്. ഇതൊക്കെ പോയ ചവിട്ടുപാടൊക്കെ നമുക്കിവിടെ കാണാട്ടോ. ഇതന്നെ ഇതാ നോക്ക്. ഇവിടെ ഞാനിപ്പോൾ മഴ ഉണ്ടോ അതിന് കൊല നോക്ക്. നല്ല 1-ാം തരം കൊല അല്ലേ? 1-ാം തരം കൊല. മൂത്താണോ? മൂത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞല്ലേ? അത് ആർക്കും ഉപകാരമില്ല. അതല്ലേ വിഷയം. അതെ അതെ അതെ. വെറുതെ ആയിപ്പോയില്ല. വെറുതെ പോയി. ഇനി സ്പ്രിംഗ്ലർ കളഞ്ഞേക്കുന്നത്. കണ്ടമാനം പ്ലാവുണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ. ഞാൻ ഈ പ്ലാവിൻ്റെ മുഴുവൻ ചെത്തി, പ്ലാവിൻ്റെ ചക്ക മുഴുവൻ ചെത്തി കളഞ്ഞു. എന്നിട്ടും ആ ചെത്തി കളഞ്ഞു തന്നെയാണ് ആ കുഴി കളത്. പിന്നെ വാങ്ങിക്കേണ്ടി വരും അല്ലേ? മാങ്ങ. പക്ഷെ ഇവിടെ മാങ്ങായ്ക്കും ചക്കയ്ക്കൊന്നും അല്ലെന്നേ. വാ, ഇതിങ്ങനെ നടക്കുക. എന്തേലും കിട്ടുമോ നോക്കിയിട്ടേ. അതെ അതെ. പകലൊന്നും കാണിയല്ലേ? എന്തോ പകലില്ല. അങ്ങനെ ഇതിൻ്റെ അടുത്ത എവിടെയാ ഫോറസ്റ്റ് ഉള്ളത്? ഫോറസ്റ്റ് ഇതിന് തൊട്ടപ്പുറത്ത് ഒരു 200 മീറ്റർ അപ്പുറത്തുണ്ട്. ഉണ്ടല്ലേ? അങ്ങോട്ടാണ് ഇത് കയറുന്നത്? അതിലേ വരുന്നെന്ന് പറയുന്നു. പക്ഷേ പകലൊന്നും അതിനകത്തും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ നിന്നും പോകുന്നുണ്ടല്ലേ? ഇത് കണ്ടോ, ഈ ഇതിലെല്ലാം നടന്നു പോയതാണ് ആ സ്പ്രിംഗ്ലർ. കണ്ടോ ശരി. അത് അതിനടി പൈപ്പ് പൊട്ടി.
ശരിച്ചു കളഞ്ഞല്ലേ? ആ അത് കണ്ടോ, ഇനി അതിന് കൂരി പൈപ്പ് കൂട്ടിപ്പോയി. അത് അടിയിൽ നിന്ന് പൊട്ടിയില്ലേ? അടിയിൽ നിന്ന് പൊട്ടി. അല്ലേ അങ്ങനെ മൊത്തം മാന്തണ്ടേ? ഇനി അത് മാന്തണം. അതും ഒരു നഷ്ടമല്ലേ? അതും നഷ്ടം. കാലം നോക്കുമ്പോൾ ഈ പൈപ്പ് ചെരിഞ്ഞുള്ളൂ, പക്ഷേ അതിനി പിടിപ്പിക്കണമെങ്കിലേ അത് തന്നെ. വലുതും ചെറുതുമായ ഒത്തിരി നഷ്ടങ്ങളല്ലേ? എന്തോ വലുതും ചെറുതുമായ ഒത്തിരി നഷ്ടങ്ങളല്ലേ? ഒത്തിരി. ഇത് ഉണ്ടോ അടുത്തത്? ഇതും അങ്ങനെ കളഞ്ഞാ? ഇനി ഇതിനേക്കാൾ കളഞ്ഞിട്ടേക്കുന്നത് വേറെ ഉണ്ട്. ബാ, ഇതെന്താണേലും നമ്മളെന്ത് ചെയ്യുന്നേ? ഉണ്ടല്ലേ? ഇത് മിഞ്ഞാന്ന് വന്ന് ഒന്നിൽ കൂടുതലുണ്ട് കേട്ടോ. ഇത് വലുതാന്നേ. ഇത് ഒന്നിൽ കൂടുതലുണ്ട്. ഒന്നിൽ കൂടുതലുണ്ട്. പല സൈസ് കാണുന്നുണ്ട്. ഇത് കണ്ടോ ഒരെണ്ണം കാണിച്ചു വെച്ചേക്കുന്നു. ഈ സ്പ്രിംഗ്ലർ കഴിഞ്ഞ വർഷം ഓടിച്ചതാ. ഇത് കഴിഞ്ഞ വർഷം ഓടിച്ചതാ. ഞാൻ ഇപ്രാവശ്യം മാറിയതാ. ഇത് വളച്ച് കമ്പി അല്ലേ? അതെല്ലാം പോയി. അവിടെ നിന്ന് ഓടിച്ചു. ഇനി ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാറിയതാ. കഴിഞ്ഞ വർഷവും ഇത് ഓടിച്ചിട്ടേ. ഇതാണ് സ്ഥിതി. ഉണ്ടോ? ഇനിയുണ്ട്. അല്ല ഈ സ്പ്രിംഗ്ലറല്ല, ഇതിലാ വന്നിട്ട് ഉണ്ടോ? കാപ്പിയുടെ കുറെ കളഞ്ഞിട്ടില്ലേ പോകുന്ന വഴിക്കൊക്കെ? കാപ്പി ഇത് നശിക്കുവാന്നേ. കാപ്പി ഇത് കണ്ടോ? കാപ്പി ഇനി ഇത് കണ്ടോ? ഈ കവുങ്ങിന്റെ ചോട്ടിലോട്ട് നോക്ക്. കാപ്പിയാ പോകുന്ന വഴിക്ക് പൊടിഞ്ഞു കേട്ടോ. കാപ്പി അകരം പോയി കഴിഞ്ഞാൽ പിന്നെ പോയല്ലോ അല്ലേ? ഇത് കണ്ടോ? ഇത് ചവിട്ടിയേക്കുന്നുണ്ട് ആ കവിന്റെ ചോട്ടിൽ. ഒഴിച്ചാനേ അത് കവിന്റെ ചോട്ടിൽ ചവിട്ടിയേക്കുന്നുണ്ടോ? ഇനിയും വന്നാത്താ. ഇത് കണ്ടോ കാപ്പി ചവിട്ടി കളഞ്ഞേക്കുന്നു. ഇത് ഈ വേനലോട് കൂടി തീർന്നു പോകും. ഈ വേനലോട് കൂടി കാപ്പി തീർന്നു പോകും. നികത്തി വെച്ചാലും പോവില്ല. അത് അതിന് നല്ല വേനൽ പൊട്ടിക്കാണും. ഈ കാപ്പിയൊക്കെ ഇങ്ങനെ ആക്കണമെങ്കിൽ എന്നാ പാടല്ലേ? ഇപ്രാവശ്യം ഇത് കാപ്പിക്ക് ഇത്രയും വില ഉള്ളപ്പോലെ ഇപ്പൊ ഇത് വളവിട്ട് നിർത്തിയേക്കുന്ന കാപ്പിയാ. പ്രത്യേകിച്ച് ഈ കാപ്പിക്ക് ഇത്രയും വില കൂടെ ഉള്ളപ്പോലെ. അത് തന്നെ. ഇതിലെ ഇങ്ങോട്ട് വന്നിട്ട് കണ്ടോ? ഈ കാപ്പിയുടെ മുഴുവൻ കളഞ്ഞ് അതില് കിടക്കുന്നൊക്കെ ഈ നടന്നു വരുന്ന വഴിക്കത്തെ കാപ്പി മുഴുവൻ പോകും. ഇതിന്റെ ചക്ക മുഴുവൻ ഞാൻ ചെത്തി കളഞ്ഞിരുന്ന. ചക്ക കളഞ്ഞിട്ടില്ലേ? ചക്ക മുഴുവൻ ചെത്തി കളഞ്ഞ പിന്നെ മരുന്നല്ലേ? പിന്നെ വന്നോ കണ്ടോ? ആ കവുങ്ങത്തെ ചവിട്ടി ഇത് കണ്ടോ? അങ്ങോട്ട് നോക്ക്. ചവിട്ടാൻ മാത്രം അങ്ങോട്ട് പോയാണ്. ഉണ്ടോ? ആനപ്പണ്ടോ ആ കിടക്കുന്നു. കഴിഞ്ഞ ആഴ്ച വന്ന കാപ്പി അതാ. ചോട്ടിൽ തന്നെ ഇട്ടു. വളർന്ന് വലുതായിട്ട് മറിച്ച് കളയാനായിരിക്കും. പെട്ടെന്ന് വളർന്ന് വലുതായി. കഴിഞ്ഞ ആഴ്ച വന്ന് ഒടിച്ചു കളഞ്ഞ കാപ്പി അതാ. ഇത് കുറേ എണ്ണം കളഞ്ഞപ്പോഴേ ഉണ്ടോ? ഇത്രയും വലിയൊരു കാപ്പിക്കം പൊടിച്ചും പോയാലത്തെ സ്ഥിതി എന്നാലോചിച്ചത്. അതേന്ന് ഒടിച്ചു കളഞ്ഞതാ കഴിഞ്ഞ ആഴ്ച വന്നേ. ഉണ്ടോ? ഇവിടെ ഇങ്ങനെ ഇവിടെ വേര് കളഞ്ഞിട്ടല്ലേ? അത് പിന്നെ ഇത് അവന് കഴിഞ്ഞ ആഴ്ച വന്ന് തള്ളിയതാ. അവന് പിന്നെ പ്ലാവെ തള്ളിയതാ. അതിന് ചെറിയ വേരിന്റെ പ്രശ്നം ഉണ്ടാവും. ഈ കാൽപ്പാട് മാൻ്റെ ആയിരിക്കും അല്ലേ? ഏതാ ചെറുത്? മാനല്ലേ? ഇത് മാന. ഇത് മാനം ഉണ്ട് കേട്ടോ. മാന മയിലെല്ലാം ഉണ്ടെന്നേ. ഒരു പച്ചക്കറി ഒന്നും ഇവിടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. പച്ചക്കറി കൃഷി ചെയ്താൽ അപ്പം മയില് തിന്നും. ഒരു രക്ഷയില്ല. അല്ലേ മാന തിന്നും. കണ്ടില്ല? ഇത് ഇപ്പൊ കണ്ടില്ല ഇത്ര സ്ഥിതി. ഈ കഴിഞ്ഞ ദിവസം കണ്ട ആ വീഡിയോയ്ക്കകത്ത് ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു പുലി ഇങ്ങനെ കടന്നു പോകുന്നത് കാണുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ആ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. അയാൾ പറഞ്ഞായിരുന്നു. ആ വീഡിയോ നമുക്ക് അയാൾ തന്നിട്ടില്ല. ഒരു പുലി അതിലിങ്ങനെ പാസ് ചെയ്യുന്നുണ്ടെന്ന്. ഇതിൻ്റെ തല്ലി ഓടിച്ചേക്കുന്നത് ഇതുണ്ടോ? തല ഓടിച്ചേക്കുന്നല്ലേ? അതുപോലെ ഈ ഇങ്ങോട്ട് നോക്ക്. ഈ തെങ്ങ് ചെറുതും വലുതായിട്ടുള്ള കുറേ നഷ്ടങ്ങളല്ലേ? നഷ്ടങ്ങൾ മാത്രമേ ഉള്ളതേ. കുറേ നഷ്ടങ്ങൾ. ഇതിനൊക്കെ എന്താ മയിലിൻ്റെ വെച്ചല്ലേ? അത് മയിൽ. ഇതാ കണ്ടോ? ഇങ്ങനത്തെ കുറച്ച് കളഞ്ഞല്ലേ? പറിച്ചാൽ തിന്നാലും വേണ്ടില്ലെന്ന്. ഇത് കണ്ടോ? അതിൻ്റെ പോലെ കിടക്കുന്നു. അതെ. ഞങ്ങളുടെ മുത്തുമാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ കഴിഞ്ഞ ആണ്ടിൽ ഈ കുങ്കിയാന വന്നായിരുന്നു. കുങ്കിയാന വന്ന അന്ന് രാത്രി എനിക്കൊരു തെങ്ങുണ്ടായിരുന്നു. അത് പറിച്ചു.
ഒരാഴ്ച കൊണ്ട് വലിയ കുഴപ്പമില്ല. ഒരാഴ്ച അവരുണ്ടായിരുന്നതുകൊണ്ട്. കഴിഞ്ഞ വർഷം ആ മറ്റേ ആന ഓടിക്കാൻ വന്നത് അത് ഓർമ്മയുണ്ടോ? ഞാൻ വന്നായിരുന്നു. അപ്പം അത് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ? അവിടെ വന്നായിരുന്നു, നമ്മുടെ വീട്ടിൽ വന്നില്ലേ? വന്നു. ഒരു തെങ്ങൻ തൈ പറിച്ചുകൊണ്ട് പോയി. ആന ഉണ്ടായിരുന്നപ്പോൾ തന്നെ. ഇത് പിന്നെ സ്ഥിരം ഇത് തന്നെ. ഇപ്രാവശ്യം ആന മാറിയിട്ടില്ല. അപ്പം ആന മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൽ ആ മലയിൽ എപ്പോഴും ആനയുണ്ട്. സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇറങ്ങി നമുക്ക് ഒരു, അതായത് അതിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ തിന്നാനുള്ള എല്ലാ സാധനവും ഉണ്ട്. കൃഷി ചെയ്യാതിരിക്കാൻ പറ്റുമോ? 6 മണി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് നടക്കാൻ പേടിയാണ്. മാനന്തവാടിയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ അവർ വരികയില്ല. കാരണം ഇങ്ങോട്ട് വന്ന ആനയുണ്ട്, തിരിച്ചു എങ്ങനെയാലും റോഡിൻ്റെ മുമ്പിൽ വരും. അതാണ് സ്ഥിതി. ഇപ്പം വണ്ടി തന്നെ എത്രണ്ണം കളഞ്ഞാനാ ഇവിടെ? വണ്ടി 3 നാളിലും കളഞ്ഞു. ഒരു ഓട്ടോറിക്ഷ ഇപ്രാവശ്യം ഒരു ഓട്ടോറിക്ഷ കളഞ്ഞു. അതിൻ്റെ തൊട്ട് മുന്നേ അവിടെ ഒരു നിർത്തിയിട്ടിരുന്ന ട്രാവലർ, അത് കഴിഞ്ഞ വർഷം അതൊക്കെ കളഞ്ഞു. ഇത് തന്നെ സ്ഥിതി. എന്താന്ന് ഇതിനൊരു പരിഹാരമില്ല. അതാണ് വിഷയം. ഫെൻസിങ് എന്ന് പറയുന്നൊരു പരിപാടി ഇവർ നടത്തുന്നില്ല. മുകളിലൊന്നും ഫെൻസിങ് ഇല്ല. കഴിഞ്ഞ വർഷം അവരെപ്പോഴും പറഞ്ഞില്ലേ ഫെൻസിങ് ചെയ്യുമെന്ന്. ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അല്ലേ? അത് അതിനൊരു മാർഗ്ഗം അവർ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ പ്രദേശം ഞങ്ങൾ ഇവിടെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, ഇവിടെ ഉണ്ടല്ലോ ആ മലയുടെ മുകളിൽ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരൊക്കെ അവിടുന്ന് ഒഴിവാക്കിയിട്ട് വേറെ നല്ല സ്ഥലം കൊടുക്കട്ടെ. അതൊരു ഫോറസ്റ്റായിട്ട് തന്നെ അവരെടുത്ത്. അപ്പോൾ ഈ ശല്യം ഇങ്ങോട്ട് വരികയല്ലോ. അതൊന്നും ചെയ്യാൻ വേർതിരിക്കണം. അതൊന്നും സാധിക്കുന്നില്ലെന്നേ. ഇതിങ്ങനെ കണ്ടത് ഇപ്പം എന്തേരം കഷ്ടപ്പെട്ട കാര്യം. ഞാനിവിടെ കൂലിക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞാലും എന്തേരം കഷ്ടപ്പെട്ട. അതാണ് വിഷയം. ഇത് എൻ്റെ മുതൽ പോലെ തന്നെ ഞാൻ നോക്കി ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇപ്പോൾ കണ്ടില്ലേ ഈ തോട്ടം. അതുകൊണ്ട് ഇതാണ് സ്ഥിതി. ഇതിനൊരു പരിഹാരം സർക്കാർ തലത്തിൽ എത്രയും വേഗം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനം ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലോട്ടാണ് മാറും. ഇതിനിടയ്ക്ക് ബാങ്കിൻ്റെ നോട്ടീസുകൾ പലയിടത്തും വരുന്നു. എല്ലാവർക്കും ലോണും ഉണ്ടാവും. എല്ലാവർക്കും ലോണില്ലാതെ ജീവിക്കാൻ പറ്റിയല്ലോ. അയൽക്കൂട്ടത്തിൽ നിന്നായിട്ടും മറ്റുള്ള ഈ പ്രൈവറ്റ് ബാങ്കുകളുണ്ടല്ലോ, അവിടെ ഇസാഫ് പോലുള്ള, അതിനകത്ത് നിന്ന് എല്ലാവർക്കും ലോണാണ്. അപ്പോൾ ഇതും കൂടി ആകുമ്പോഴത്തേക്ക് ബാക്കിയും കൂടെ തീരുമാനമാകും. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ തെങ്ങ് കളഞ്ഞ് നിങ്ങൾ വന്ന് കണ്ടായിരുന്നല്ലോ. ഞാൻ അതിനെ അപേക്ഷ വെക്കാൻ പോയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു തെങ്ങ് കളഞ്ഞിട്ട് നമുക്ക് 100-300 രൂപ കിട്ടും. അതൊരു ദിവസം പണി മെനക്കെട്ട് അവിടെ പോകണമെങ്കിൽ ആ പണിക്കൂലി പോയി അപേക്ഷ ഫീസും എല്ലാം കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു 1000 രൂപ മുടക്കും. നമുക്ക് കിട്ടുന്ന 300 രൂപ. അതുകൊണ്ട് പിന്നെ പോയിട്ട് എന്താ കാര്യം? ഞാൻ കൊണ്ട് കൊടുത്തില്ല. ഇപ്പോൾ കണ്ട വാഴ എത്ര കളഞ്ഞു? അതിൻ്റെയൊക്കെ 80 രൂപയും 100 രൂപയും 120 രൂപയെ കിട്ടുക. നമുക്കതാണ് മുടക്ക്. ഒരു 10 കിലോ കുറഞ്ഞ കൊലയാണ് കിടക്കുന്നതെന്ന് നോക്കി നിങ്ങൾ ഇല്ലേ? അതാണ് ഇതിൻ്റെ സ്ഥിതി. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് തൃശ്ശിലേരി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ വന്നപ്പോൾ ഇന്ന് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. വലിയ ഭീകരമായൊരവസ്ഥ തന്നെയാണ്. ആന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആന കയറുന്നതും കൃഷി നശിപ്പിക്കുന്നതൊന്നും നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നതെങ്കിൽ പോലും കർഷകരെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിന് ഒരു പരിഹാരവും ഒരിക്കലും വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ വിഷമകരമായ ഒരു കാര്യം. കർഷകരിങ്ങനെ ഇതെല്ലാം ഇങ്ങനെ സങ്കടമൊക്കെ ഇങ്ങനെ ഉള്ളിലൊതുക്കി പിടിച്ചിങ്ങനെ ജീവിക്കുകയാണ് എന്ന് മാത്രം. കാരണം എല്ലാവർക്കും ലോണും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അവരുടെ മുതലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് കേട്ടോ ഈ പ്രദേശത്ത് നിന്നല്ല, വയനാട്ടിലുള്ള മിക്ക ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളൊക്കെ ഇതുപോലെയുള്ള അവസ്ഥയിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാനുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.